നിങ്ങൾക്ക് അറിയാത്തതും എനിക്ക് അറിയുന്നതുമായ കാര്യമാണിന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. ലോക്കർ റൂമിലേക്ക് പോകാതെ ഗ്രൗണ്ടിൽ തുടർന്നതിനെക്കുറിച്ച് സെനഗൽ ക്യാപ്റ്റൻ സാദിയോ മാനെ ഒരു കാര്യം വ്യക്തമാക്കുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഇത് ഫുട്ബോളാണ്. ഇവിടെ റഫറിമാർക്ക് ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം. ലോകം മുഴുവൻ ഈ ഫൈനൽ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ പെനാൽറ്റി ആകാം, അല്ലാതിരിക്കാം. കളിയെ ബഹുമാനിക്കുക എന്നതാണ് പരമപ്രധാനം. ഇതുപോലെ ഒരു മത്സരം നിർത്തുന്നത് ഒട്ടും ന്യായമല്ല എന്നാണ് സെനഗൽ ക്യാപ്റ്റനായിട്ടുള്ള സാദിയോ മാനെ വ്യക്തമാക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മറുപടി താഴെ കമൻ്റായിട്ട് അറിയിക്കും. ഇത് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ ഈ സാദിയോ മാനെ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ഒട്ടും മനസ്സിലാവാത്തതിലേക്ക് ഞാനൊരു ചുരുക്കി പറയാം. അതായത് സെനഗലും സെനഗലും പിന്നെ ഒരു ടീമും ഫൈനൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ മത്സരത്തിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ മത്സരത്തിൽ സെനഗൽ, അതായത് സാദിയോ മാനിന്റെ ടീമിനെതിരെ റഫറിയുടെ ചില മോശം തീരുമാനങ്ങൾ വരികയാണ്. അങ്ങനെ അവരൊരു ഗോള് ലീഡ് നേടുക, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാവുകയാണ്. അതിൽ ടീം അംഗങ്ങൾ, അതായത് സെനഗൽ താരങ്ങളായിട്ടുള്ള എല്ലാവരും പുറത്തേക്ക് പോകുന്നൊരവസ്ഥ പോവുകയാണ്. അപ്പോൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയപ്പോൾ അവിടുന്ന് എല്ലാവരും കളിക്കാൻ പറ്റില്ല. സെനഗൽ താരങ്ങളായിട്ടുള്ള എല്ലാവരും കളിക്കാൻ പറ്റില്ല. കോച്ച് ഉൾപ്പെടെ കളിക്കാൻ പറ്റില്ല. ഇതെന്ത് കളിയാണ്, നമുക്ക് അനുകൂലമല്ലാത്ത ഒരുമാതിരി മറ്റെടുത്ത റഫറിയുടെ തീരുമാനമാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ സെനഗൽ ക്യാപ്റ്റനായിട്ടുള്ള സാദിയോ മാനെ പറയാണ്, ഫുട്ബോളാണ്, നമുക്ക് അനുകൂലമായതും അനുകൂലമല്ലാത്തതൊക്കെ സംഭവിക്കാം. നമുക്ക് കഴിഞ്ഞത് കഴിഞ്ഞു, വന്നത് വന്നു, കിട്ടാനുള്ളതൊക്കെ കിട്ടി. പക്ഷേ നമുക്ക് ഈ കളി ഫുള്ളാക്കാം എന്ന് പറഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയും അതിലേക്ക് ഇറങ്ങിയ ശേഷം അതിൽ ജയിക്കുകയും ചെയ്ത ശേഷം അദ്ദേഹം അവിടെ കപ്പ് ഉയർത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുത്ത് സാദിയോ മാനെ വരികയും അതിൽ സാദിയോ മാനെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും നിങ്ങളോട് അത് തന്നെയാണ് പറയാനുള്ളത്. ഫുട്ബോളാണ്, റഫറിമാരുടെ തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ നമ്മൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ തിരിച്ച് കൂടുതൽ റിവെഞ്ച് എടുത്ത് ജയിക്കുക എന്നുള്ളതാണ് ഇതെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അറിയാത്തവരിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സാദിയോ മാനിൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാൻ തോന്നുന്നത് എന്നുള്ളത് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.